എന്തെങ്കിലും അവിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ, എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അവിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ, എക്സിറ്റ് പോൾ ഫലങ്ങളെ പരിഹസിച്ചുവെങ്കിൽ അവിടെ ഏറ്റവും രാവിലെയും ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അസാധ്യം എന്ന്, അസംഭവ്യം എന്ന് വളരെ ഊതിപ്പെരിപ്പിച്ച കണക്കെന്ന് തോന്നിയ പല കണക്കുകളിലേക്ക് BJP 81, BJP ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം ബീഹാറിൽ നടത്തുകയാണ്. 81 സീറ്റിലേക്ക്, അതായത് കഴിഞ്ഞ തവണ 74 സീറ്റ് നേടി ഞെട്ടിച്ച BJP ഇതാ 81 സീറ്റുകളിലേക്ക് കോൺഗ്രസ്. ഗൗതം, അതും കൂടി പറയാം, ലേക്ക് ചുരുങ്ങുകയാണ് RJD. അതായത് സമ്പൂർണ്ണമായ തിരിച്ചടി, മുന്നണി തന്നെ തിരിച്ചടി നേരിടുന്നു. കോൺഗ്രസ് മാത്രമല്ല, മഹാഗഡ്ബന്ധനൊക്കെ കേവലം ഡയലോഗ് അടി മാത്രമായി മാറുകയാണ്. അവിടെ RJDക്കും തിരിച്ചടി നേരിടുന്നു ഈ ഘട്ടത്തിൽ. നിതീഷ് കുമാറിന്റെ ഈ ഒരു സമയത്ത് ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക അല്ലേ? നിതീഷ് കുമാർ ഇന്ന്, അതെ ഞാൻ പറഞ്ഞുതരാം, 19 വർഷവും 88 ദിവസവുമായി അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട്. ആ ഒരു പാർട്ടി ആസ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാറിന്റെ ഒരു, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ്, പ്രത്യേകിച്ച് അദ്ദേഹം മോദിജിയുമായി അടുത്തിരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോ, എന്തൊരു സ്വാതന്ത്ര്യമാണ് ഒരു അനിയനോട് അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനോട് എന്നൊരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട്. ചില സമയത്ത് പുള്ളിയുടെ ചാഞ്ചാട്ടത്തോടെ എനിക്ക് യോജിപ്പില്ല, ഉള്ള കാര്യം പറയാം. ഇനി മാറാൻ പറ്റില്ല. സീമാഞ്ചലിൽ BJPയുടെ പടയോട്ടം. റോണി കെ ബേബിയുടെ ആശങ്ക ശരിയായി വരുന്നു. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് റോണി കെ ബേബി ഭയന്ന സാധനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ന്യൂനപക്ഷങ്ങൾ പോലും BJP ഹൃദയത്തിലേക്ക് ഏൽക്കാൻ ഏറ്റിരിക്കുന്നു എന്ന് വേണം. ജാതി കോട്ടകൾ തകരുകയാണ്, ജാതി രാഷ്ട്രീയം മോഡലാവുകയാണ്. ഹിന്ദുത്വ ദേശീയതയ്ക്ക് മുന്നിൽ ജാതി കോട്ടകൾ തകരട്ടെ. ഹിന്ദുത്വ ദേശീയത എന്നത് സാംസ്കാരിക ദേശീയത തന്നെ വ്യക്തമാക്കിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇതാ സീമാഞ്ചൽ മേഖലയിലും BJPയുടെ വലിയ മുന്നേറ്റമാണ്. എനിക്ക് തോന്നുന്നു AIMIM തകർന്നിട്ടുണ്ട്. AIMIMന് 5 സീറ്റ്, ഒവൈസിക്ക് 5 സീറ്റ് കഴിഞ്ഞ തവണ കിട്ടിയ അത് മുഴുവൻ പേരും JDUലേക്ക് വന്നല്ലോ. വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട, ഇത് വളരെ ഇഴകീറി പരിശോധിക്കേണ്ട, കൃത്യമായി അനലൈസ് ചെയ്യേണ്ട ട്രെൻഡാണ്. അങ്ങനെയാണെങ്കിൽ സീമാഞ്ചൽ എന്ന് പറഞ്ഞ് അവരുണ്ടാക്കി വെച്ചിരുന്ന കോട്ടയിൽ കടന്നു കയറിയെങ്കിൽ, ആ കോട്ടയിലുമെങ്കിൽ വികസനത്തിന്റെ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ, നിതീഷ് കുമാറും മോദിജിയും വിചാരിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ വികസനം കൊണ്ടുവരാൻ കഴിയുമെന്ന സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ, സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിഞ്ഞെങ്കിൽ, ജംഗൽ രാജിനി ഇല്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞെങ്കിൽ, ന്യൂനപക്ഷത്തിലെ സ്ത്രീ വോട്ടേഴ്സ് കൃത്യമായി തന്നെ, പ്രത്യേകിച്ച് മുത്തലാഖ് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ കൃത്യമായ ധൈര്യമായ സ്റ്റെപ്പുകൾ എടുത്ത നരേന്ദ്രമോദിക്കൊപ്പം അല്ലാതെ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 160ലേക്ക് BJP ലീഡ് നില ഉയർത്തുകയാണ്. 40% മുസ്ലിം ഭൂരിപക്ഷമുള്ള സീമാഞ്ചൽ മേഖലയിൽ പോലും NDAയുടെ BJPയുടെ പടയോട്ടം ഉണ്ടാകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ. കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല, വികസനത്തിന് മാത്രമാണ് ഈ നിമിഷം. അതായത് സീമാഞ്ചൽ പോലെയുള്ള മുസ്ലിം ബെൽറ്റുകളിൽ പോലും BJP മുന്നേറ്റമെങ്കിൽ, മറ്റ് സ്ഥലങ്ങളിൽ, അതായത് മറ്റ് ഗയയൊക്കെ പോലെയുള്ള ഹിന്ദു മെജോറിറ്റി സ്ഥലങ്ങളിൽ സ്വാഭാവികമായും NDAയുടെ പടക്കപ്പൊട്ടിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നു ഗൗതം. പക്ഷേ പ്രദീപ്, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, നമ്മുടെ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് വലിയ രീതിയിൽ ഒരുക്കങ്ങൾ നടക്കുന്നു. പാർട്ടി ആസ്ഥാനത്ത് വലിയ ഒരുക്കങ്ങൾ ദീൻദയാൽ മാർഗിലെ BJP ആസ്ഥാനത്ത്. അപ്പോൾ ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. അദ്ദേഹം രാഷ്ട്രത്തെ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. കാരണം NDA എവിടെ വിജയിച്ചു കഴിഞ്ഞാലും അദ്ദേഹം വൈകിട്ട് നിങ്ങൾക്ക് ഒരു സങ്കടമില്ല. ഈ RJD ഉണ്ടാക്കിയ ജിലേബിയൊക്കെ എന്ത് ചെയ്യും? അത് പുത്തരിയല്ലല്ലോ, എല്ലാ വർഷവും ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ അല്ല, ഞാൻ വേറൊരു സങ്കടം കൂടി പറഞ്ഞോട്ടെ. ഇത് ഗൗതം, വേറെ സംഘടന കൂടി പറയട്ടെ. നമ്മളെ ഈ ജനൻ TV എന്തായാലും ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് CPM-കാരും കോൺഗ്രസ്സുകാരും. കാരണം ഹരിയാനയുടെ ഒരു പക വിട്ടാറുണ്ട്. കാരണം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിച്ച്, നമ്മൾ ഇപ്പോഴും പറയുന്നു നമ്മൾ ആഘോഷിക്കും, ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. 81 BJP ഒറ്റയ്ക്ക് 81 സീറ്റിൽ മുന്നിരിക്കുകയാണ്. RJDക്കും തിരിച്ചടി, കോൺഗ്രസിന് മാത്രമല്ല RJDക്കും തിരിച്ചടി. 52 സീറ്റിലേക്ക് RJD കൂപ്പുകുത്തുകയാണ്. പിന്നാക്ക മേഖല കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട മേഖലകളുണ്ടായിരുന്നു. അവിടെയൊക്കെ BJPയുടെ മുന്നേറ്റം.
ചോദിച്ചോട്ടെ, ഒരു വിഷ്വല് ഗൗതം ഓർമ്മയുണ്ടോ? ഒരു അമ്മ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി ആർക്ക് വോട്ട് ചെയ്യുന്ന റിപ്പോർട്ട് ചോദിക്കുമ്പോ മോദി ബാബു. അല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മഹാഗഡ്ബന്ധനിൽ സമ്പൂർണ്ണ പരാജയമാകുമ്പോൾ NDAയിൽ പരസ്പരം മത്സരം നടക്കുന്നു. BJP 81, JDU 71. അതാണ് അവിടെ എനിക്ക് പറയാൻ ആഗ്രഹം, അതൊരു ടീം വർക്കിന്റെ ഭാഗമാണ്. കോമ്പറ്റീഷൻ ഉണ്ട്. 81-70 എന്ന നിലയിലേക്ക് അവിടുത്തെ കോമ്പറ്റീഷൻ പരസ്പരമല്ല, കാലുവാരിയല്ല, ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് എല്ലാവർക്കും ഇതുണ്ട്. ഇപ്പൊ അല്ല നോക്കൂ, LJP 7 ഇടത്ത് മുന്നിലോ, LJP 8. 29 സീറ്റിൽ മത്സരിക്കുന്ന LJP. പുതിയ കണക്കുകൾ വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. 149 ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേവല ഭൂരിപക്ഷം പിന്നിട്ടിട്ട് ഇപ്പോൾ അരമണിക്കൂറായി. കോൺഗ്രസ് ഒന്ന് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, ഉള്ളത് പറയണം. 11 സീറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ 4-ലേക്കൊക്കെ കൂപ്പുകുത്തിയതാണ്, ഇപ്പൊ 11-ലേക്ക് എത്തി. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, ഇത് വോട്ടെണ്ണൽ തുടങ്ങിയിട്ട് EVM വോട്ടെണ്ണി തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ ഇനിയുമുണ്ട് സമയം, ഇനിയുണ്ട് മണ്ഡലങ്ങൾ, ഇനിയുണ്ട് റൗണ്ടുകൾ. ഇപ്പോഴത്തെ സൂചന ട്രെൻഡ് അല്ല, അത് വീണ്ടും പറയണം. ഞാൻ നേരത്തെ സാറിനെ ആവേശം വരുന്നതാവുമ്പോൾ അല്ല, ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ്, ഈ സമയത്താണ്. അതായത് എന്തും സംഭവിക്കാം, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കൊന്ന് ഹരിയാനയിൽ ചിലർക്ക് പറ്റിയത് നമുക്ക് പറ്റുന്നത് പറയാൻ ശ്രമിക്കുന്നില്ല. കാര്യം ഇതിനൊരു അടിസ്ഥാനമുണ്ട്. ഹരിയാന ഒരു ഓർമ്മപ്പെടുത്തൽ. ഇതിനൊരു അടിസ്ഥാനമുണ്ട്, ഇതിനൊരു ലോജിക്കൽ ഗ്രൗണ്ട് ഉണ്ട്. ഇതിൽ ഡെലിവർ ചെയ്തിട്ടുണ്ട്. നമുക്കിത് 2 തരത്തിൽ പറയാമല്ലോ. പീപ്പിളിന്റെ പുറത്ത് കയറി നിന്ന് കൈവീശലും പ്രഖ്യാപനവും. എന്താണ് യോജന? ഭായി ബഹന യോജന അല്ലേ? ഞാൻ 2 പദ്ധതി പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഭായി ബഹൻ യോജന, 2 ലാഖ്പതി ദീദി യോജന. പല സംസ്ഥാനങ്ങളിൽ BJP പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള പദ്ധതിയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ ഗൗതം, കാരണം ഇവര് ഫ്രീ ബി പൊളിറ്റിക്സ് നടത്തുമ്പോൾ BJP കൃത്യമായി തന്നെ അതിനുള്ളൊരു അന്തരീക്ഷമാണ് ഒരുക്കുന്നത്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഇപ്പൊ പ്രൈവറ്റൈസേഷൻ നമ്മളെ വലിയ രീതിയിൽ തന്നെ BJPയെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ സ്വകാര്യ മേഖലയിലടക്കം 1 മില്യൺ തൊഴിലവസരങ്ങളാണ് BJPയുടെ വാഗ്ദാനം. കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ 50 ലക്ഷം തൊഴിൽ ഓൾറെഡി അവര് സൃഷ്ടിച്ചു എന്നും കൃത്യമായി തന്നെ പറയുന്നു. ഇൻസെന്റീവ് പ്രഖ്യാപിച്ചുകൊണ്ട് അതാണ് പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പൊ മഹാരാഷ്ട്രയിലൊക്കെ BJP ശിവസേനയ്ക്ക് മുകളിലേക്ക് എത്തിയതുപോലെ, അതായത് JDUവിന് മുകളിലേക്ക് BJP എത്തിക്കഴിഞ്ഞു. അത് വിട്ടില്ല. കുറച്ച് ഡിപ്ലോമാറ്റിക് ആവാൻ ശ്രമിക്കുകയായിരുന്നു. നിതീഷ് വിഷമിക്കില്ല, ശരി, സമ്മതിച്ചു. ശരിയാണ്, ഇതൊരു മറ്റൊരു തന്ത്രത്തിന്റെ കൂടി വിജയമാണ്. കാര്യം പ്രാദേശിക കക്ഷികളുടെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഒതുങ്ങി നിൽക്കുന്ന കക്ഷികളുടെ സമ്മർദ്ദത്തിന് അടിപ്പെടരുന്നു. ജനാധിപത്യം അട്ടിമറിക്കണമെന്നോ ആരെങ്കിലും ചവിട്ടി മെതിക്കണമെന്നോ അല്ല, പക്ഷേ ഒരു പ്രദേശത്തിന്റെ മാത്രം രാഷ്ട്രീയ താല്പര്യത്തിന് പ്രഥമ പരിഗണന കൊടുക്കാതെ ഒരു പ്രദേശത്തിന്റെയോ ഒരു വിഭാഗത്തിന്റെയോ മാത്രം താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നവരുടെ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങാതിരിക്കാൻ നല്ല തന്ത്രം തന്നെയാണ് യഥാർത്ഥ ചാണക്യൻ ഒരുക്കിയിട്ട് പോയിരിക്കുന്നത്. ജനാധിപത്യ മര്യാദ കഴിഞ്ഞ തവണ നമ്മൾ ബീഹാറിൽ കണ്ടതാണ്. 74 സീറ്റുള്ള BJP 43 സീറ്റുള്ള ജനതാദളിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. ഇപ്പോഴും പറഞ്ഞു, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് പറഞ്ഞല്ലോ ഞങ്ങള് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ബാബുവാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. കാരണം നിതീഷിന്റെ പിന്നിൽ ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ട്, അത് തുറന്ന് സംഭവിച്ചു പറ്റും. മാത്രമല്ല പ്രധാനമന്ത്രിക്ക് വോട്ട് ബാങ്ക് ഉള്ള, പേഴ്സണലി ഒരു വോട്ട് ബാങ്ക് ഉള്ള സംസ്ഥാനം കൂടിയാണ് ബീഹാർ. അപ്പൊ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ എക്സിറ്റ് പോളുകൾ എന്താണോ പറഞ്ഞത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ 149